ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമ്പള പെർവാഡിൽ തെങ്ങുമുറിഞ്ഞ് ദേഹത്തേക്ക് വീണ് ജുമാ മസ്ജിദ് പ്രസിഡന്റിന് ദാരുണാന്ത്യം. പെർവാഡ് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റും മത്സ്യത്തൊഴിലാളിയുമായ അബ്ദുള്ളയാണ് മരിച്ചത്. കാസർഗോഡ് ബോവിക്കാനത്ത് 10ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആളുകളുടെ മുഖത്തേക്കുൾപ്പെടെ ചാടിക്കടിക്കുന്ന നായയുടെ ദൃശ്യം CCTVയിൽ. രാവിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബോവിക്കാനം ടൗണിലൂടെ കടന്നു പോകുന്നത് ഭീതിയിലാണ്. മംഗളൂരുവിൽ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി. 2.77 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയുടെ തുടർ പരിശീലനത്തിനിടെ മാനസിക സംഘർഷം മൂലം പള്ളിക്കര പൂച്ചക്കാട് കിഴക്കേക്കരയിലെ ഐജ ആർ മഹേഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI രംഗത്ത്. ജില്ലാ നഴ്സിംഗ് ഓഫീസറുടെ സ്ഥാനക്കയറ്റത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതിലും അന്യായമായ ജില്ലാതല സ്ഥലം മാറ്റുമെന്നും ആരോപിച്ച് കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുമ്പള പെർവാഡിൽ തെങ്ങുമുറിഞ്ഞ് ദേഹത്തേക്ക് വീണ് ജുമാ മസ്ജിദ് പ്രസിഡന്റിന് ദാരുണാന്ത്യം. പെർവാഡ് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റും മത്സ്യത്തൊഴിലാളിയുമായ അബ്ദുള്ളയാണ് മരിച്ചത്. സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ബുധനാഴ്ച രാവിലെ 8:30 മണിയോടെ പെർവാഡ് PS ഗ്രൗണ്ടിന് സമീപം കടപ്പുറത്തായിരുന്നു അപകടം. അബ്ദുള്ളയും സുഹൃത്തുക്കളായ ഇബ്രാഹിമും ഹസൈനാറും ഇവിടെയിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഇതിനിടെ സമീപത്തുണ്ടായിരുന്ന തെങ്ങ് മുറിഞ്ഞ് അബ്ദുള്ളയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ളയെ ഉടൻ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെർവാഡ് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റായ അബ്ദുള്ള നാടിന്റെ വിവിധ മേഖലകളിൽ സജീവ ഇടപെടലുകളുമായി നിറസാന്നിധ്യമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പൊടുന്നനെയുണ്ടായ ദാരുണ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. സക്കീനയാണ് ഭാര്യ. ഹനീഫ, ഷംസു, അമീർ, സൈനബ, മിസ്രിയ, ഖദീജ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് ബോവിക്കാനത്ത് 10ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആളുകളുടെ മുഖത്തേക്കുൾപ്പെടെ ചാടിക്കടിക്കുന്ന നായയുടെ ദൃശ്യം CCTVയിൽ. രാവിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബോവിക്കാനം ടൗണിലൂടെ കടന്നു പോകുന്നത് ഭീതിയിലാണ്. മുളിയാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം. വയോധികർക്കുൾപ്പെടെ 4 പേർക്ക് കടിയേറ്റു. ബോവിക്കാനം ടൗണിൽ ചൊവ്വാഴ്ച രാവിലെയാണ് 3 പേർക്ക് കടിയേറ്റത്. ബോവിക്കാനത്ത് ടൈലറിംഗ് കട നടത്തിവരുന്ന അഞ്ജലി, ബോവിക്കാനം റേഷൻ കടയ്ക്ക് സമീപത്തെ വ്യാപാരിയായ അച്യുതൻ, ബോവിക്കാനത്തെ CH മുഹമ്മദ് കുഞ്ഞി, മുളിയാർ ആലിനടുക്കത്തെ റംല എന്നിവർക്കാണ് കടിയേറ്റത്. ബോവിക്കാനം ടൗണിൽ 3 പേരെയും കടിച്ചത് കറുപ്പു നിറത്തിലുള്ള ഒരു നായയാണ്. അഞ്ജലിക്ക് മുഖത്തും കാലിനുമാണ് കടിയേറ്റത്. കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിനിടയിൽ മുഖത്തേക്ക് ചാടിക്കടിക്കുന്ന നായയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യം സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കുഞ്ഞിക്കും മുഖത്താണ് കടിയേറ്റത്. ബോവിക്കാനം ടൗൺ, മുളിയാർ, മുതലപ്പാറ, ആലിനടുക്കം, നുസ്രത് നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ തെരുവ് നായകൾ ജനജീവിതത്തിന് ഭീഷണിയായിട്ടുണ്ട്. പുലർച്ചെ മദ്രസകളിലും സ്കൂളുകളിലും അങ്കണവാടികളിലും കുട്ടികളെ ഭയപ്പാടോടെയാണ് അമ്മമാർ അയക്കുന്നത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായകളെ കൊല്ലുന്നതിന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സോഷ്യൽ സേഫ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് B. അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മസൂദ് ബോവിക്കാനം, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബോവിക്കാനം. മംഗളൂരുവിൽ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി 2.77 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ജിതേഷ്, നിസാം എന്ന ഇബ്രാഹിം എന്നിവരാണ് അറസ്റ്റിലായത്. മംഗളൂരുവിൽ പ്രമുഖ കരാറുകാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി 2.77 കോടി രൂപ തട്ടിയെടുത്ത സ്വന്തം ജോലിക്കാരും കോൺഗ്രസ് നേതാക്കളുമായ 2 പേർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് ദക്ഷിണ കർണാടക ജില്ലാ ജനറൽ സെക്രട്ടറി ജിതേഷ്, കോൺഗ്രസ് നേതാവ് നിസാം എന്ന ഇബ്രാഹിം എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവം കർണാടകയിൽ വലിയ വിവാദമായിരിക്കുകയാണ്.
സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ പ്രതിയെ സംഘടനാ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. അതേസമയം കോൺഗ്രസ് നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമൊപ്പമുള്ള പ്രതികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. 2024 ജനുവരിയിൽ ജിതേഷ് ഫോൺ ചെയ്ത് കരാറുകാരന്റെ അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട അശ്ലീല ഫോട്ടോയും വീഡിയോയും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രശ്നം ഒതുക്കി തീർക്കുന്നതിന് 35 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ഫോട്ടോയും വീഡിയോയും കരാറുകാരന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിയതായാണ് പരാതി. മാനഹാനി ഭയന്ന് കരാറുകാരൻ ജിതേഷിന് 10 ലക്ഷം രൂപയും 15 ലക്ഷം രൂപയുടെ ചെക്കും നൽകി. എന്നാൽ അക്കൗണ്ടിൽ പണമില്ലെന്ന കാരണത്താൽ ചെക്ക് മടങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് 2024 മേയിൽ ജിതേഷ് കരാറുകാരന്റെ വീട്ടിലെത്തി കൂടുതൽ പണം ആവശ്യപ്പെട്ടു. കമ്പനിയിലെ മറ്റൊരു ജീവനക്കാരനും കോൺഗ്രസ് നേതാവുമായ നിസാം ഇബ്രാഹിമിനെ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ സഹായത്തിനായാണ് കരാറുകാരൻ സമീപിച്ചത്. അതോടെ തട്ടിപ്പ് അതിലും ഭീകരമായി മാറുകയായിരുന്നു. ഇബ്രാഹിം ജിതേഷിനെ കൂട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിക്കുകയും ജിതേഷ് ആത്മഹത്യ ചെയ്തുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ കരാറുകാരന്റെ പീഡനമാണ് കാരണമെന്നും കരാറുകാരന്റെ അശ്ലീല ഫോട്ടോകളും മറ്റും ആത്മഹത്യാക്കുറിപ്പിനൊപ്പം ഉണ്ടെന്നും അറിയിച്ചു. പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാൻ എന്ന് പറഞ്ഞാണ് പല തവണയായി 2.57 കോടി രൂപ ഇയാൾ തട്ടിയെടുത്തത്. മാനസികമായി തകർന്ന കരാറുകാരൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും റോഡിലൂടെ നടന്നുപോയപ്പോൾ ആത്മഹത്യ ചെയ്തതെന്ന് ഇബ്രാഹിം പറഞ്ഞ ജിതേഷ് റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അതോടെ താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഇതോടെ കരാറുകാരൻ ഉർവ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പ്രതികൾ അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനിയുള്ള 52 ദിനങ്ങൾ വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിച്ചു. ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെയാണ് നിരോധനം. ജില്ലയിൽ 260-ലധികം മീൻപിടുത്ത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 200-ലധികം ബോട്ടുകൾ ചെറുവത്തൂർ, മടക്കര, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മീൻ പിടിക്കുന്നത്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമടക്കം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വറുതിയുടെ നാളുകളായിരിക്കും. ഉൾഗ്രാമങ്ങളിലേക്കടക്കം മീനെത്തിച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾക്കും ട്രോളിംഗ് കാലം ഇല്ലായ്മയുടെ കാലമാകും. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കും. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ വിതരണമുണ്ടെങ്കിലും ഇത് അപര്യാപ്തമാണെന്ന ആക്ഷേപം ശക്തമാണ്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതു മുതൽ അവസാനിക്കുന്ന ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക് സൗജന്യ റേഷൻ നൽകും. ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിടണമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചതിനാൽ ഇന്നലെ ഉച്ച മുതൽ തന്നെ ബോട്ടുകൾ മാറ്റിത്തുടങ്ങിയിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ്, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ എന്നിവ കയ്യിൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയുടെ തുടർ പരിശീലനത്തിനിടെ മാനസിക സംഘർഷം മൂലം പള്ളിക്കര പൂച്ചക്കാട് കിഴക്കേക്കരയിലെ ഐജാർ മഹേഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI രംഗത്ത്. നീറ്റ് ഈസ് നെറ്റ് നീറ്റ്, ഇനിയൊരു ഐജ ആവർത്തിക്കരുത് എന്ന മുദ്രാവാക്യവുമായി SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. Ahora.
ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കുവാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് അദിനാൻ ചട്ടഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP വൈഷ്ണവ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M അനുരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇത് റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പള്ളിക്കര പൂച്ചക്കാട് കിഴക്കേക്കര സ്വദേശിനിയായ ഐജ R മഹേഷ് പാലായിലെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നീറ്റ് പരീക്ഷയ്ക്കായുള്ള തുടർ പരിശീലനത്തിനായി പോയത്. ചേർപ്പുങ്കലിലെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഐജയെ 2-ാം തീയതി ഉച്ചയ്ക്ക് 12:45 മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ സഹപാഠികൾ കണ്ടെത്തുകയായിരുന്നു. ഹോസ്റ്റൽ അധികൃതർ കുട്ടിയെ താഴെയിറക്കി ആദ്യം അരുണാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ചേർപ്പുങ്കലിലെ മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:36 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ വിദ്യാർത്ഥിനി വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടക്കാത്ത സാഹചര്യത്തിലാണ് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രക്ഷോഭവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലാ നഴ്സിംഗ് ഓഫീസറുടെ സ്ഥാനക്കയറ്റത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതിലും അന്യായമായ ജില്ലാതല സ്ഥലം മാറ്റുമെന്നും ആരോപിച്ച് കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ മെഡിക്കൽ ഓഫീസിനു മുന്നിൽ നടന്ന സമരം KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നഴ്സിംഗ് ഓഫീസറുടെ സ്ഥാനക്കയറ്റത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതിലും അന്യായമായ ജില്ലാതല സ്ഥലം മാറ്റമെന്നും ആരോപിച്ചാണ് KGNA പ്രതിഷേധം നടത്തിയത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കാഞ്ഞങ്ങാട് ജില്ലാ മെഡിക്കൽ ഓഫീസിനു മുന്നിൽ നടന്ന സമരം KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ നമുക്ക് ഈ പ്രൊമോഷൻ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അധികാരം വന്ന് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം 31-നുള്ളിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നിട്ടും ഈ സർക്കാർ അത് നടപ്പിലാക്കാതെ പൂഴ്ത്തിവെക്കുകയും ചില ജില്ലകളിലെ പ്രൊമോഷൻ കിട്ടേണ്ട DNO പ്രൊമോഷൻ കിട്ടേണ്ട DNO ചീഫ് നഴ്സിംഗ് ഓഫീസർമാർക്ക് റിട്ടയർ ആവേണ്ട ഗതികേട് വന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നടത്തിയ ഈ പ്രൊമോഷൻ ഇത് നമ്മുടെ ജനറൽ സെക്രട്ടറി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അസോസിയേഷൻ നേതാക്കൾ ഇത് കുറ്റം പിടിച്ചത് എന്നത് നമുക്ക് വളരെ ഖേദകരമായ കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ചു. സീമ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PP അമ്പിളി സ്വാഗതവും KP ദിവ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവ
ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്ന നായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ളോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV തുളസി ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പടിഞ്ഞാറേക്കര ടർഫ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീൽ, അർജന്റീന ടീമുകളെ പ്രതിനിധീകരിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും മാറ്റുരച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കളിക്കാരുമായി പരിചയപ്പെട്ടു. 2026 ലോകകപ്പ് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് അജാനൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയും സ്റ്റാഫ് അംഗങ്ങളും കൂടി ഇങ്ങനെ ഒരു സൗഹൃദ മത്സരം വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകമൊട്ടുക്കും ഒരു ബോളിന് ചുറ്റും കാണികളായിക്കൊണ്ട് നെഞ്ചിടിപ്പേറെ നിർത്തിക്കൊണ്ടാണ് ഫുട്ബോളിന്റെ ആരാധകരായി മാറിയിരിക്കുന്നത്. എല്ലാ തരത്തിലും ചെറു കുട്ടികൾ മുതൽ പ്രായഭേദമില്ലാതെയാണ് ഫുട്ബോളിനെ ആരാധിക്കുന്നത്. ആ ഫുട്ബോളിനെ ആരാധിക്കുന്ന ഈ വേളയിൽ പഞ്ചായത്തും ഭരണസമിതിയും കൈകോർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ സൗഹൃദ മത്സരത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി T ഷൈജു എന്നിവർ സംസാരിച്ചു. വാശിയേറിയ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീൽ ടീം 1-നെതിരെ 6 ഗോളുകൾക്ക് അർജന്റീന ടീമിനെ പരാജയപ്പെടുത്തി വിജയം കൈവരിച്ചു. ബ്രസീൽ ടീമിനെ പ്രതിനിധീകരിച്ച ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ കൂടിയായ A തമ്പാൻ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ട്രോഫികൾ വിതരണം ചെയ്തു. വനിതകൾക്കായി പ്രത്യേക ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. ഷൂട്ടൌട്ട് മത്സരത്തിൽ മെമ്പർമാരും ജീവനക്കാരുമായ വനിതകൾ വാശിയോടെ മത്സരിച്ചത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പോഷകസമൃദ്ധമായ ചക്കയുടെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിപണനത്തിനെത്തിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ കുടുംബശ്രീ CDS ചക്ക ഫെസ്റ്റ്. രുചിയൂറും പായസവും ജാമും കട്ട്ലറ്റും ചിക്കൻ ചേർത്ത ചക്കക്കറിയും മണിക്കൂറുകൾക്കകം ചൂടപ്പം പോലെ ഫെസ്റ്റിൽ വിറ്റഴിഞ്ഞു. 25 പരം ഇനങ്ങളാണ് ചക്ക ഫെസ്റ്റിൽ വിവിധ വാർഡുകളിലെ ADS കുടുംബശ്രീ സംരംഭകർ CDSന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി എത്തിച്ചത്. ചക്ക കൊണ്ടുള്ള ഐസ്ക്രീം മുതൽ ചക്കക്കുരു ലഡു വരെ ഫെസ്റ്റിലെത്തി. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ നടന്ന കുടുംബശ്രീ CDS ചക്ക ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ സാധനങ്ങൾ എത്തുകയും അതേ രീതിയിൽ തന്നെ വിൽക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KP സുഹറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TS നജീബ്, അഷ്റീഫ ജാബിർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി I വിനു, മൈക്രോ എന്റർപ്രൈസസ് കോർഡിനേറ്റർ A ജ്യോതിഷ്, കൺവീനർമാരായ C ശുഭകല, KP കവിത,
എ ദിവ്യ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 2.5 മണിക്കൂർ കൊണ്ട് മുഴുവൻ ഇനങ്ങളും വിറ്റഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് DCC മുൻ പ്രസിഡന്റും സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വെളുത്തമ്പുവിന്റെ 10ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ നടന്നു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സഹകാരിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ വെളുത്തമ്പുവിന്റെ 10ാം ചരമവാർഷികം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ നിമിഷവും പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്നത്. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് മിക്കവാറും 1 മാസത്തിനകം ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, C രവി, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, M രജീഷ് ബാബു, EV ദാമോദരൻ, K അശോകൻ, KNC ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ പരിസ്ഥിതി ദിനാചരണവും കാർഷിക സെമിനാറും ഫലവൃക്ഷ തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. കാർഷിക സെമിനാർ പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത നെല്ലിമരത്തൈ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ പരിസ്ഥിതി ദിനാചരണവും കാർഷിക സെമിനാറും ഫലവൃക്ഷ തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി ബേളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കാർഷിക സെമിനാർ പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അതനുസരിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തെ തന്നെ, ഒരു കാർഷിക സംസ്കാരത്തെ തന്നെ ഒരു വലിയ രീതിയിലേക്ക് മാറ്റം വരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ നിലയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഇത്തരം പരിപാടികളെല്ലാം വളരെ ബഹുലമായ രീതിയിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ തലമുറക്ക് വേണ്ടിയിട്ട് ഈ പ്രകൃതിയെ ഇതേ രീതിയിൽ തന്നെ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലേക്ക് ഈ ഭൂമി അല്ലെങ്കിൽ പ്രകൃതിയെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പരിസ്ഥിതി ദിനാചരണവും അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ എല്ലാം പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യണം എന്നുള്ള ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുക. നെല്ലിമരത്തൈ വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. KSS യൂണിറ്റ് പ്രസിഡന്റ് M അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ C കൃഷ്ണകുമാർ, ശ്രീജിത്ത് പർക്ലായി എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ M ഗോപാലൻ, KK രാഘവൻ മാസ്റ്റർ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, പ്രകാശൻ കോട്ടപ്പാറ, ഷാജു തായന്നൂർ, രാജൻ ചെറുവലം, വർഗീസ് 3-ാം മൈൽ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. തോമസ് കാലിക്കടവ്, K രാമചന്ദ്രൻ മാസ്റ്റർ, ജയരാജ് PV, ഗോപി മുളവന്നൂർ, തമ്പാൻ പെരിയടത്ത്, B ശ്രീലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക മനഃശാസ്ത്ര ഗവേഷകരുടെ വേദിയായ APS അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് മലയാളി സൈക്കോളജിസ്റ്റ് സുമേഷ് സുകുമാരൻ. സ്പെയിനിലെ ബാർസലോണയിൽ നടന്ന അസോസിയേഷൻ ഫോർ സൈക്കോളജിക്കൽ സയൻസ് വാർഷിക കൺവെൻഷൻ 2026 ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചാണ് കാഞ്ഞങ്ങാട് സ്വദേശിയും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ സുമേഷ് സുകുമാരൻ ശ്രദ്ധ നേടിയത്. ഇടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം
സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. പള്ളിപ്പുഴ അൽബീർ സ്കൂളിന്റെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങൾ മാണിക്കോത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുഴ അൽബീർ സ്കൂൾ പ്രവേശനോത്സവം നടന്നു. സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങൾ മാണിക്കോത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകരിക്കേണ്ട നമ്മളെ പ്രതീക്ഷകളുള്ള നമ്മളെ മക്കൾ, അവരെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന ഒരു മാറ്റം, ഒരു തുടക്കം, അത് അവർക്ക് നാഫിയായ രൂപത്തിലുള്ള ഒരു അറിവ് കിട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടക്കമാണല്ലോ. അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാനുള്ള അറിവും കഴിവും അല്ലാഹു നമ്മളെ മക്കൾക്ക് തോൽപ്പിക്കട്ടെ. ഈ തുടക്കം അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, നാട്ടിലേക്കും ദീനിനും ഉപകരിക്കുന്ന രൂപത്തിൽ പഠിച്ച് നല്ല രൂപത്തിലെത്താൻ അല്ലാഹു നമ്മളെ മക്കൾക്ക് തോൽപ്പിക്കട്ടെ. അൽബീർ ജില്ലാ കോർഡിനേറ്റർ ജാബിർ ഹുദവി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തി. ഖത്തീബ് പള്ളിപ്പുഴ മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് സയ്യിദ് സഅദി കാവുമ്പാടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പള്ളിപ്പുഴ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മീത്തൽ അബ്ദുൽ ഖാദർ, സെക്രട്ടറി നാസർ തായൽ മൂസ, ട്രഷറർ കുഞ്ഞഹമ്മദ് ഹാജി മമ്മൂനി, ഖത്തീബ് കല്ലിങ്ങാൽ ജമാഅത്ത് മുഹമ്മദ് ഷരീഫ് ഫൈസി, സദർ മുഅല്ലിം പള്ളിപ്പുഴ സാദിഖ് ധാരിമി, സദർ മുഅല്ലിം തോട്ടി അഷ്റഫ് ധാരിമി പള്ളങ്കോട്, കല്ലിങ്ങാൽ ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് ഹാജി കല്ലിങ്ങാൽ, തോട്ടി ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി ബെങ്ക്, പള്ളിക്കര മഠം ജമാഅത്ത് പ്രസിഡന്റ് ഷാഫി കേസി, പൂച്ചക്കാട് ജമാഅത്ത് പ്രസിഡന്റ് സോളാർ കുഞ്ഞഹമ്മദ് ഹാജി, റേഞ്ച് മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ് TP അബ്ദുറഹ്മാൻ ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഇർഷാദ് മാസ്റ്റർ തെക്കുപുറം സ്വാഗതവും SUIA കോർഡിനേറ്റർ ഹാഫിൽ മുഹമ്മദ് സവാദ് വാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈവിധ്യമാർന്ന പരിപാടികളോടെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണം തൃക്കരിപ്പൂരിൽ നടത്തുന്നതിന് ഒരുക്കങ്ങൾ തുടങ്ങി. ജൂൺ 23 നടക്കുന്ന ഒളിമ്പിക് ദിനാചരണ ഭാഗമായി തങ്കയമുക്കിൽ നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് ഒളിമ്പിക് റൺ നടക്കും. വിദ്യാർത്ഥികൾ, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികളും കലാസാംസ്കാരിക പ്രവർത്തകരും പങ്കാളികളാവും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആദ്യമായി കേരളത്തിൽ ചേരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ റീൽസ് മത്സരം, ചിത്രരചനാ മത്സരം, ജില്ലാതലത്തിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഒളിമ്പിക് ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിക്കും.
ഇതോടൊപ്പം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഒളിമ്പിക് ഫോറസ്റ്റ് എന്ന പേരിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒളിമ്പിക് ദിനാചരണ പരിപാടികളുടെ വിജയത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. കുലേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MK രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. M. അച്യുതൻ, പ്രഭാകരൻ വലിയപറമ്പ്, ഡോക്ടർ K. സുധാകരൻ, KV ഗോപാലൻ, KBM ഷെരീഫ്, K. മധുസൂദനൻ, KV ബാബു, KV കൃഷ്ണപ്രസാദ് വൈദ്യർ, മനോജ് പള്ളിക്കര, P. ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും കായിക താരങ്ങളും വിവിധ കായിക അസോസിയേഷനുകളുടെ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ചെയർപേഴ്സണും ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ വർക്കിംഗ് ചെയർമാനും ജില്ലാ സെക്രട്ടറി M. അച്യുതൻ ജനറൽ കൺവീനറുമായി 101 അംഗ സംഘാടക സമിതിക്ക് യോഗം രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുസ്തകവണ്ടി ബുക്ക് കഫേയുടെ കാഞ്ഞങ്ങാട്ട് വിപുലീകരിച്ച സ്റ്റാളിന്റെ ഉദ്ഘാടനം നടന്നു. എഴുത്തുകാരൻ അരുൺ എഴുത്തച്ഛൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവശ്യപ്പെടുന്ന ഏതു പുസ്തകവും എവിടെയായാലും ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി വേഗത്തിൽ വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംരംഭമായ കാഞ്ഞങ്ങാട്ടെ പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ വായനക്കാരുടെയും സൗഹൃദങ്ങളുടെയും സൗകര്യം മാനിച്ച് സൗകര്യപ്രദമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കുറച്ചുകൂടി സൗകര്യപ്രദമായ കാഞ്ഞങ്ങാട് പഴയ കൈലാസ് തിയേറ്ററിന് എതിർവശത്തുള്ള മാൾ ഓഫ് ഇന്ത്യ ബിൽഡിംഗിലാണ് ഇനി പുസ്തകവണ്ടിയുടെ ബുക്ക് കഫേ പ്രവർത്തിക്കുക. ആളുകളെ വായനക്കാരിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നബിൻ ഒടയുംചാൽ, ജയേഷ് കൊടക്കൽ എന്നീ യുവാക്കളാണ് പുസ്തകവണ്ടി എന്ന ആശയത്തിന് രൂപം നൽകിയത്. എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അരുൺ എഴുത്തച്ഛൻ ബുക്ക് കഫേ ഉദ്ഘാടനം ചെയ്തു. ചില കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ചില വ്യക്തത വരുത്താൻ പോകുന്നു. ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ ബുക്ക് സ്റ്റാളിൽ വെച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഈ യാത്ര പോയതിലുള്ള ധൈര്യം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആക്ച്വലി അത് എൻ്റെ ഒരു ധൈര്യമൊന്നുമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഒരു ധൈര്യത്തിലാണ് അത് സംഭവിച്ചു പോയത്. ഞാൻ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ എന്നതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെയും പുസ്തകമാണെന്ന് ഞാൻ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഇല്ലായിരുന്നെങ്കിൽ ഈ പുസ്തകങ്ങൾ സംഭവിക്കില്ലായിരുന്നു. പുസ്തകത്തിൻ്റെ ഒരു തുടക്കമിട്ട് ഞാനാണ് ഈ പറയുന്ന ഒരു കൗതുകം. കുറച്ച് പേര് പുസ്തകം വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഈ മംഗലാപുരത്തെ ഡാൻസ് ബാറുകൾ നിരോധിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ഞാൻ ഒരു ലൈംഗിക തൊഴിലാളിയെ കാണുമ്പോൾ അവരാണ് പറയുന്നത് അവർ ദാവങ്കരയിൽ നിന്ന് നേരത്തെ ദേവദാസിയാക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൗതുകം നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോഴാവുന്ന ഒരു കൗതുകം, ഈ കാലത്ത് ഇതൊക്കെ ഉണ്ടോ എന്നൊരു കൗതുകത്തിൻ്റെ പുറത്ത് അത് അന്വേഷിക്കാൻ ദാവങ്കരയിൽ പോകുന്നു. അവിടുത്തെ പിന്നെ കിട്ടുന്ന വിവരമനുസരിച്ച് ഹർപ്പനഹള്ളി പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു പുസ്തകമാണ്. പുസ്തകവണ്ടി പ്രതിനിധി നബിൻ ഒടയഞ്ചാൽ ആമുഖഭാഷണം നടത്തി. ശാന്തമ്മ, നാരായണിയമ്മ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ പ്രശസ്ത കവയത്രി CP ശുഭ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരായ അംബികാസുധൻ വാങ്ങാട്, രാജ്മോഹൻ നീലേശ്വരം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മാൾ ഓഫ് ഇന്ത്യയുടെ ലിയാഖത്ത് അലിയിൽ നിന്നും MK ഗോപകുമാർ മാസ്റ്റർ ബുക്ക് കഫേയുടെ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ചന്ദ്രു വെള്ളരിക്കുണ്ട് ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. മഞ്ഞോട്ട് ദേവാലയ സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റു ക്ഷേത്രത്തിലെ സ്ഥാനികരും ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള മുസ്ലിം ജമായത്ത് തൃക്കരിപ്പൂർ സോൺ പ്രമേയ സമ്മേളനം ജൂൺ 11 ചെറുവത്തൂരിൽ നടക്കും. കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് AB അബ്ദുള്ള മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ സമസ്ത സെന്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമായത്ത് തൃക്കരിപ്പൂർ സോൺ പ്രമേയ സമ്മേളനം ജൂൺ 11 വ്യാഴം വൈകുന്നേരം 4 മണിക്ക് ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള മുസ്ലിം ജമായത്ത് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് AB അബ്ദുള്ള മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സോൺ പ്രസിഡന്റ് അബ്ദുൾ ജലീൽ സഖാഫി അധ്യക്ഷത വഹിക്കും. കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ N അലി അബ്ദുള്ള പ്രമേയ പ്രഭാഷണം നടത്തും. സയ്യിദ് സൈഫുല്ല സഅദിയുടെ പ്രാർത്ഥന നടത്തും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ആദർശ പ്രഭാഷണം നടത്തും. N അലി അബ്ദുള്ളയാണ് നമ്മുടെ പ്രമേയ പ്രഭാഷണം നടത്തുന്നത്. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ആദർശ പ്രഭാഷണം നടത്തും. നമ്മുടെ യൂണിറ്റുകളിൽ, സെമിനറി സഭകളിൽ, സർക്കിളുകളിൽ ആദർശ പ്രഭാഷണങ്ങൾ തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികൾ ഈ സെമിനാറിൻ്റെ ഭാഗമായി സംസ്ഥയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീധന കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യന്മാരായി SYSൻ്റെയും SSFൻ്റെയൊക്കെ പ്രവർത്തകന്മാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു കിതാബിനെ മുൻനിർത്തിക്കൊണ്ട് SYS സംഘടിപ്പിക്കുന്ന നാട്ടു ദർസ്. അത് ഈ സമ്മേളനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വരും ദിവസങ്ങളിൽ യൂണിറ്റുകളിൽ സെന്റിനറി സഭകൾ, ആദർശ സമ്മേളനം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാർ ഓരോ യൂണിറ്റുകളിലും നടപ്പിലാക്കുന്ന SYSൻ്റെ നാട്ടുദർസുകൾ, SSFൻ്റെ സെന്റിനറി സാഹിത്യോത്സവ്, ആശയ സമ്മേളനം തുടങ്ങിയവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജലീൽ സഖാഫി മാവിലാടം, ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, EK അബൂബക്കർ, യൂസുഫ് മദനി, ഇസ്മായിൽ സഅദി, P നൌഷാദ് മാസ്റ്റർ, KC മുഹമ്മദ് കുഞ്ഞി പെട്ടിക്കുണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള പെർവാഡിൽ തെങ്ങുമുറിഞ്ഞ് ദേഹത്തേക്ക് വീണ് ജുമാ മസ്ജിദ് പ്രസിഡന്റിന് ദാരുണാന്ത്യം. പെർവാഡ് ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റും മത്സ്യത്തൊഴിലാളിയുമായ അബ്ദുള്ളയാണ് മരിച്ചത്. കാസർഗോഡ് ബോവിക്കാനത്ത് 10ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആളുകളുടെ മുഖത്തേക്കുൾപ്പെടെ ചാടിക്കടിക്കുന്ന നായയുടെ ദൃശ്യം CCTVയിൽ. രാവിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബോവിക്കാനം ടൗണിലൂടെ കടന്നു പോകുന്നത് ഭീതിയിലാണ്. മംഗളൂരുവിൽ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി. 2.77 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയുടെ തുടർ പരിശീലനത്തിനിടെ മാനസിക സംഘർഷം മൂലം പള്ളിക്കര പൂച്ചക്കാട് കിഴക്കേക്കരയിലെ ഐജ R മഹേഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI രംഗത്ത്. ജില്ലാ നഴ്സിംഗ് ഓഫീസറുടെ സ്ഥാനക്കയറ്റത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതിലും അന്യായമായ ജില്ലാതല സ്ഥലം മാറ്റുമെന്നും ആരോപിച്ച് കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.